ഇത് ആക്ച്വലി ഒരു വർഷം മുന്നേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഡിലീറ്റ് ചെയ്യാതെ എൻ്റെ ഫോണിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഈ വീഡിയോസ് ഞാൻ എടുത്തതായിട്ട് തന്നെ എനിക്ക് ഓർമ്മയുള്ളത്. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ പോയൊരു കഥയാണ് കേട്ടോ. പെട്ടെന്ന് പോയൊരു യാത്രയും കൂടെ ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ പോയി. ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ ഏകദേശം വെളുപ്പിന് 1 മണിക്കാണ് കേട്ടോ ആ യാത്ര തന്നെ തുടങ്ങിയത്. പോണ വഴിക്ക് ഞങ്ങളൊരു തമിഴ്നാട്ടിലൊരു ബോളിയുടെ ഒരു ഫേമസ് ഒരു കടയുണ്ടായിരുന്നു. അവിടെ കയറി ബോളിയൊക്കെ കഴിച്ചതിന് ശേഷം ഇത് രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയത്. ഇത് ഒരു വർഷം മുന്നേ നവീൻ ചേട്ടൻ്റെ കോലമായിരുന്നു എൻ്റെയും പീക്കുൻ്റെയൊക്കെ. പീക്കൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി കുഞ്ഞായിട്ട് തോന്നി കേട്ടോ. ഇച്ചു ഉണ്ടായിരുന്നു, ഇച്ചുൻ്റെ അച്ഛനുണ്ടായിരുന്നു, നവീൻ ചേട്ടൻ, ഞാൻ, പീക്കു, ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് കേട്ടോ. പീച്ചു അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ അവൾക്ക് അത് വേണം, ഐസ്ക്രീം വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനം അതായിരുന്നു. പീക്കു അപ്പം ഒന്നും എടുത്തില്ല, ഒരു ഐസ്ക്രീം എന്തോ മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ എന്തോ കഴിച്ചില്ല, വയറ് ഫുള്ളായതുകൊണ്ട് അച്ഛൻ കഴിച്ചില്ല, അത് ഞാൻ തന്നെ കഴിച്ചിട്ടാ. അങ്ങനെ അവൻ ബുക്ക് വായിച്ച് അവൻ ഉറങ്ങി. ഇച്ചു എപ്പോഴും ആ സീറ്റിൻ്റെ നടുക്ക് അവിടെയാണ് അവളുടെ സ്പേസ് കേട്ടാ. നമ്മൾ വന്ന് കിടന്നുറങ്ങി. ഞങ്ങളുടെ റൂമല്ല ആക്ച്വലി, ഇതൊരു കണ്ടെയ്നറാണ്. അതിനെ അവർ റൂം പോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. നമ്മൾ സ്ഥലത്തെത്തി, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. കുറച്ച് നേരമല്ല, നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഉറങ്ങി. ഇച്ചുൻ്റെ അച്ഛനും ഒരു കണ്ടെയ്നറിലായിരുന്നു. ഞങ്ങൾ ഈ ഒരു കണ്ടെയ്നർ ഇതിനെ റൂമാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റേ ഒക്കെ ഉണ്ട്, ബാംഗ്ലൂരാണ് സ്ഥലം. അപ്പം ഞാൻ പീക്കൂട്ടിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു, നീ ഉറങ്ങിയോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് അവിടെ ഒരു ആടിൻ്റെ കൂട്ടം, ആട്, പശു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഇങ്ങനെ മഴ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാത്തിനെയും അതിനെ വീടുകളിൽ കൊണ്ടുപോകണയാണ്, അതിൻ്റെ വീടുകളിൽ കൊണ്ടുപോകണയാണ്. പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു, ഭയങ്കര മൈൻഡ് ഇങ്ങനെ കാമിങ് ആയിട്ടൊരു കാഴ്ചയായിരുന്നു. കാരണം ഫുൾ പച്ചപ്പും ഹരിതാപവും അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. പ്ലസ് ഇതിനെയും കണ്ടപ്പോൾ പിന്നെ ആ മരത്തിൽ ഫുള്ള് കിളികളുടെ കൂടാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണൂലേ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഈ അക്വേറിയങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പം കാണും നമ്മൾ ഈ മറ്റേ ബേർഡിൻ്റെ നെസ്റ്റ് എന്നും പറഞ്ഞിട്ടൊക്കെ. അതേ സെയിം സംഭവമായിരുന്നു റിയലായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. അപ്പോഴത്തേക്കും അവിടെ മഴക്കോളൊക്കെ ആയി ചെറുതായിട്ട്, ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ ടെറസിൽ പോയി നിന്ന് നല്ല രീതിയിൽ കാഴ്ചയൊക്കെ എൻജോയ് ചെയ്ത് വൈകുന്നേരമായിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനൊരു മേക്കപ്പ് വീഡിയോ ഒരു 1 ഇയർ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഔട്ടിംഗ് എന്നോ ഷോപ്പിംഗ് എന്തോ പറഞ്ഞിട്ട് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം സംഭവമായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ആക്ച്വലി. അങ്ങനെ ഞാൻ പീക്കുവിൻ്റെ അടുത്ത് പറഞ്ഞ നീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കണേന്ന് പറഞ്ഞ് അതിൻ്റെ ട്രയലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാനൊരു റീലിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോകാം എന്ന് പറഞ്ഞാണ് ഇറങ്ങി. പക്ഷെ നല്ല മഴക്കോളായിരുന്നു. ഞാൻ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ നല്ല ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു ചേട്ടൻ കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ഫ്ലോപ്പായിപ്പോയി, അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ ഒന്നും നമ്മൾ ആ ചുറ്റുപാടൊന്നും കണ്ടില്ല. അധികം ഫുഡുള്ള സ്ഥലമൊന്നും അങ്ങനെ. ലാസ്റ്റ് ഒരു കുഞ്ഞു കടയിൽ, ചെറിയൊരു കുഞ്ഞു കടയിൽ പോയി അവിടുത്തെ ബാംഗ്ലൂർ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടല്ലോ, അത് കഴിച്ചപ്പോഴത്തേക്കും മഴ തുടങ്ങി. കുടയില്ല, ഒന്നുമില്ല. അങ്ങനെ 2 കവർ വാങ്ങിച്ച് പിള്ളേരുടെ തലയിലിട്ട്. പക്ഷെ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം പെരുമഴയായിരുന്നു. പെരുമഴ എന്ന് പറഞ്ഞാൽ ലിറ്ററലി പെരുമഴയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ നേരെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ റൂമിലോട്ട് എത്തിയത്. അപ്പോൾ പീക്കുട്ടൻ്റെ പുതിയ വാച്ചൊക്കെ കാണിച്ചു തരാണ് കേട്ടോ അവന് വാങ്ങിച്ചത്. അവന് അപ്പം ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചൊരു ലൈറ്റ് കത്തണ വാച്ചായിരുന്നു കേട്ടോ. ആ കാണുന്ന റൂമിലായിരുന്നു ഇച്ചൂസും അവളുടെ അച്ഛനും. ഞങ്ങൾ നേരത്തെ ഞാൻ നവീൻ ചേട്ടൻ നടന്നു പോയപ്പോൾ കാണിച്ചില്ല, ആ റൂമിലായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും 1 മണി ഒക്കെ ഓൾമോസ്റ്റ് 12:30 കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട്. ഞങ്ങൾ കൂടുതൽ രാത്രിയാണ് കേട്ടോ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഡിന്നർ നമ്മൾ അപ്പോഴാണ് കഴിച്ചത്. കാരണം ഈ ഷോപ്പിങ്ങിന് പോയെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പീക്കുവും ഇച്ചുവും കിടന്നുറങ്ങാണ്. രണ്ടും എണീറ്റിട്ട് ഒടുക്കത്തെ അടിയായിരുന്നു കേട്ടോ. അയ്യോ, ആ ദിവസം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ രാവിലെ ഞാൻ ബിസ്ക്കറ്റും ചായയും കഴിച്ചു. ആ ബിസ്ക്കറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും കുഞ്ഞ് ബിസ്ക്കറ്റ്, 5 ബിസ്ക്കറ്റോ 4 ബിസ്ക്കറ്റോ കണ്ടോ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 10:30 കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കടയിൽ കയറി. ഹൈവേയിൽ ഒരു കുഞ്ഞു കടയിൽ കയറി പൂരിയും പിന്നെ ഇച്ചുവും പീക്കും ഒക്കെ ദോശ പോലത്തെ എന്തോ സംഭവമൊക്കെയാണ് കഴിച്ചേട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു ആനയുടെ തൊപ്പി പോലത്തെ സംഭവം പീക്കൂട്ട വാങ്ങിച്ചേട്ടാ. പക്ഷേ ഞാനാണ് വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസം, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 പമ്പരം പോലത്തെ, ആക്ച്വലി അതിൻ്റെ അകത്ത് മുട്ടായി ഉണ്ടായിരുന്നു. മുട്ടായി ഇച്ചു എന്തോ കഴിച്ചായിരുന്നു. പീക്കു ഇങ്ങനത്തെ മുട്ടായി പീക്കുവിന് പൊതുവേ ഇഷ്ടമല്ല. അവന് ഈ ഡയറി മിൽക്ക് പോലത്തെ മുട്ടായിയാണ് ഇഷ്ടം. കളർ മുട്ടായി പൊതുവേ പീക്കുവിന് ഇഷ്ടമല്ല.
അങ്ങനെ. പിന്നെ ജംസ് പോലത്തത് അതും അവൻ കഴിച്ചില്ല. ആ ബോളും പിന്നെ ആ കളിപ്പാട്ടങ്ങളൊക്കെയാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ കരിമ്പ് വാങ്ങിച്ച് അത് കഴിച്ചു. പിന്നെ നമ്മൾ ലഞ്ചെല്ലാം ആക്ച്വലി ഒരു 3:30-4 മണിയായി. പക്ഷെ നമ്മൾ അപ്പോഴാണ് ലഞ്ച് കഴിച്ചത് കേട്ടോ. അപ്പം അവിടെ ഇങ്ങനെ പാർക്കുണ്ടായിരുന്നു, ലഞ്ച് കഴിക്കാൻ പോയി അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പാർക്കിൽ പിള്ളേർ കുറച്ച് നേരം റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, ഇത് രണ്ടും തമ്മിൽ അടിയെന്ന് പറഞ്ഞാൽ പെരുവടിയാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടിനെ 2 ദിശയിലാക്കിയായിരുന്നു നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ചില നേരം ഭയങ്കര അടിയും ചക്കരയായിരിക്കും, പക്ഷെ ചില നേരം രണ്ടും തമ്മിൽ ഭയങ്കര അടിയാണ് കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം കളിച്ച്. ഇവിടുത്തെ ഭയങ്കര നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ മേടിച്ചത്. പിന്നെ നഗറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ മാത്രം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട്, വീട്ടിൽ നമ്മൾ രാത്രിയായി 11-12 മണി ആ ഒരു സമയത്താണ് വീടെത്തിയത്. അപ്പോൾ അന്നെടുത്തൊരു കുഞ്ഞ് വീഡിയോ ആണ്, പക്ഷേ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അവിടുത്തെ കാഴ്ചകളുമൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ.